ആലപ്പുഴ നഗരസഭ കഴിഞ്ഞ ടേമിൽ ഇരുന്ന ശ്രീമതി ഇന്ദു വിനോദിൻ്റെയും കെ ജയമയുടെയും സമയത്ത് കൂടെ നമ്മൾ ഈ മോട്ടോർ തറയുടെ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് ആലപ്പുഴ നഗരസഭയിലെ കരളകം പാടശേഖരം എന്ന് പറയുന്ന വർഷങ്ങളായി കൃഷിയില്ലാതെ കിടക്കുന്ന ഒരു പാടശേഖരത്തിൻ്റെ മോട്ടോർ തറയാണിത്. ഇത് കഴിഞ്ഞ 4 വർഷം മുമ്പ് വരെ ഇതിൻ്റെ മെയിൻ്റനൻസ് പരിപാടി നടത്തിയിട്ട് ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതുകൊണ്ട് ആർക്കാണ് ഇവിടെ പ്രയോജനം? എത്ര ലക്ഷം രൂപയാണ് ഈ മോട്ടോർ ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ചതിന് ചിലവായിട്ടുള്ളത്? എന്തെങ്കിലും ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രവർത്തനം ഇവിടെ നടന്നത്? ആലപ്പുഴ നഗരസഭ കഴിഞ്ഞ ടേമിൽ ഇരുന്ന ശ്രീമതി ഇന്ദു വിനോദിൻ്റെയും കെ ജയമയുടെയും സമയത്ത് കൂടെ നമ്മൾ ഈ മോട്ടോർ തറയുടെ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പൊതുഖജനാവിലെ പണം കണ്ടാൽ മനസ്സിലാകും ദ്രവിച്ച് തുരുമ്പിച്ച് പോയിരിക്കുകയാണ്. ഇതുകൊണ്ട് പാടത്ത്, കൃഷിയില്ലാത്ത പാടത്ത് ഇത്തരത്തിലുള്ളൊരു മോട്ടോർ തറ സ്ഥാപിച്ചിട്ട് ആർക്കാണ് പ്രയോജനം? ഇത് മെയിൻ്റനൻസ് ചെയ്തിട്ട് ആർക്കാണ് പ്രയോജനം? ചില പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ചുമ്മാതെ പണം മുടക്കുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇത്തരത്തിലൊരു മോട്ടോർ തറ ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ എത്രത്തോളം രൂപ ചിലവാകും, എത്രത്തോളം തൊഴിലാളികളുടെ എത്ര ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഇല്ലാത്ത സംഗതികളില്ല. പക്ഷേ ഇത് മര്യാദയ്ക്ക് പ്രവർത്തിപ്പിക്കാനുള്ള ടെക്നീഷ്യനോ മറ്റ് അനുബന്ധ സംവിധാനങ്ങളോ ഇവിടെ ഇല്ല. ലക്ഷങ്ങൾ പാഴായി എന്നതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതില്ലാത്തതുകൊണ്ട് കരളകം പാടം കാട് പിടിക്കുന്നു എന്നത് തന്നെ ഇതിൻ്റെ ഫലം.